ഹായ്, വെൽക്കം ടു CC സൈബർ ക്യാമ്പസ്. ഞാൻ അതുല്യ. അപ്പോൾ നമ്മൾ ഈ അടുത്തിടെയായിട്ട് കേട്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കും HTMX എന്നുള്ളത്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ടാവും, എന്താണ് HTMX? HTML-ൽ നിന്നും എന്താണ് HTMX-ന് ഡിഫറൻസ് എന്ന്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. HTMX എന്ന് പറയുന്നത് ഹൈ പവർ ടൂൾ ഫോർ HTML. ഒന്നും HTML-നെ റീപ്ലേസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് അല്ല HTMX എന്ന് പറയുന്നത്. HTML-നെ ഒന്നുകൂടെ പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് HTMX എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു HTML ലാംഗ്വേജിൽ എന്തെങ്കിലും ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പോലെയുള്ള ലാംഗ്വേജിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ഈ സപ്പോർട്ട് ഇല്ലാതെ HTML-ൽ തന്നെ എങ്ങനെ നമ്മൾ ഈ കണക്ഷൻസും അതുപോലെ തന്നെ ഇൻട്രാക്ഷൻസും ഒക്കെ നടത്താം എന്നുള്ളതാണ് ഈ ഒരു HTMX കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം. HTMX gives you access to Ajax, CSS transitions, WebSocket and server-send events directly in HTML using attributes. അതായത് നെറ്റ്വർക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ CSS ട്രാൻസിഷൻസ്, ഇതെല്ലാം തന്നെ HTML സ്വന്തമായിട്ട് ചെയ്യുന്ന ആ ഒരു ടേമാണ് എന്ത് പറയുന്നത്, HTMX എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. എന്താണ്? ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ് ആണ്. HTMX handles updates between client and server seamlessly, reducing the need for manual DOM manipulation. അതായത് അപ്ഡേറ്റഡ് ആയിട്ട് ഓട്ടോമാറ്റിക് അപ്ഡേഷൻസ് ഈ ഒരു HTMX നടത്തുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അജാക്സ് റിക്വസ്റ്റ് സിംപ്ലിഫൈഡ് ആണ്. അതായത് HTMX വഴി നമുക്ക് അജാക്സ് റിക്വസ്റ്റ് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. HTML എലമെന്റ്സിന്റെ കൂടെ തന്നെ കുറച്ച് ആട്രിബ്യൂട്ട്സ് കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു അജാക്സ് റിക്വസ്റ്റിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അതായത് HX ആട്രിബ്യൂട്ട്, HX റിലേറ്റഡ്, HY അങ്ങനെ പറഞ്ഞിട്ടുള്ള ചില എലമെന്റ്സ് ആണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഇൻട്രാക്റ്റീവ് ഫോംസ് എന്ന് പറയുന്നത്. അതായത് റെഗുലർ ഫോമിനെ ഡൈനാമിക്കിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ റെഗുലർ ഫോമിനെ നമുക്ക് ഡൈനാമിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഈ ഒരു HTMX നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഒരു കോർ പാർട്ട് എന്ന് പറയുന്നത്. HTMX എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ HTML എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. HTML എന്ന് പറയുന്നത് ഏറ്റവും വെബ് പേജ് ഡിസൈനിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നതിലെ ഒരു കോർ പാർട്ടാണ് എന്ത്, HTML എന്ന് പറയുന്നത്. ഏതൊരു ഡിസൈനിങ് ഫേസിലും ആർക്കും ആവശ്യമുള്ളതാണ് HTML. അത് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ ജാവാസ്ക്രിപ്റ്റും കൂടെ ആവുന്ന സമയത്ത് കുറച്ചും കൂടെ ഹാർഡായിരിക്കും. അപ്പോൾ അതിന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു HTMX കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ CC സൈബർ ക്യാമ്പസ് നിങ്ങൾക്ക് ഫുൾ സ്റ്റാക്ക് പൈത്തൺ തരുന്നുണ്ട്. ഈ ഫുൾ സ്റ്റാക്ക് പൈത്തണിൽ നമ്മൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഫ്രണ്ട് എൻഡിൽ HTML-ഉം ജാവാസ്ക്രിപ്റ്റും CSS-ഉം അതുപോലെ തന്നെ ആംഗുലറും, ദെൻ ഡാറ്റാബേസ് വരുന്ന സമയത്ത് MySQL, MongoDB, ബാക്ക് എൻഡിൽ ജാങ്കോയും ഫ്ലാസ്കും, ഇത്രയും ആയിട്ടുള്ള ഒരു ഫുൾ കവേർഡ് പാക്കേജ് ആയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. നിങ്ങളൊരു വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിലേക്കുള്ള ഒരു കരിയറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ കോഴ്സാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു ഫേസിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതായത് നമുക്ക് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആവാം, അല്ലെങ്കിൽ ഒരു ബാക്ക് എൻഡ് ഡെവലപ്പർ ആവാം, ഇങ്ങനെ ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമാണ്. സോ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഓരോ ക്ലാസ്സുകളും അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഏതൊരു ബേസിക്, അതായത് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു നോളജ് പോലും ഇല്ലാത്ത ഒരാൾക്ക് പോലും നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് തന്നെ വർക്കൗട്ട് ചെയ്യിപ്പിച്ച് അവരുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം പ്രോഗ്രാം ചെയ്യിച്ച് മാക്സിമം റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്നും വരുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു സ്റ്റുഡൻറ്റ് ഇവിടെ നിന്ന് പ്ലേസ്ഡ് ആവുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ സ്റ്റുഡൻറ്റിൽ നിന്ന് കിട്ടും എന്നുള്ളത് തന്നെയാണ്.
അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് മറക്കാതെ കോൾ ചെയ്യുക. കോൾ ചെയ്യേണ്ട നമ്പർ അറിയാലോ, 8891206600. അപ്പം മറക്കാതെ കോണ്ടാക്ട് ചെയ്തോളാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇനി എന്ത് എന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം താങ്ക് യു.